വാട്ട് ബുക്സ് ആൻഡ് ബറിയൽസ് ടെൽ അസ് എന്ന 4ാമത്തെ ചാപ്റ്റർ, അതിൻ്റെ 2ാമത്തെ പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇതാണ് ലാസ്റ്റ് പാർട്ട്. ഇതിനു മുമ്പുള്ള പാർട്ട് കാണാത്തവർ അത് ആദ്യം കാണണം. സൈലൻറ്റ് സെൻറ്റിനൽസ്, ദി സ്റ്റോറി ഓഫ് മെഗാലിത്ത്. മെഗാലിത്തിൻ്റെ കഥയെക്കുറിച്ചാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ആദ്യം ലുക്ക് അറ്റ് ദ ഇല്ലസ്ട്രേഷൻ ഓൺ ദ നെക്സ്റ്റ് പേജ്. നെക്സ്റ്റ് പേജിൽ ഇല്ലസ്ട്രേഷൻ നോക്കാൻ പറയുന്നുണ്ട്, അത് നമുക്ക് നോക്കാം. These stone boulders are known as megaliths, literally big stones. Mega means big, lith എന്ന് പറഞ്ഞാൽ സ്റ്റോൺ. ബിഗ് സ്റ്റോണുകളെയാണ് പറയുന്നത് മെഗാലിത്ത് എന്ന്. ദീസ് വർ കെയർഫുള്ളി അറേഞ്ച്ഡ് ബൈ പീപ്പിൾ. കെയർഫുള്ളായിട്ട് ഈ വലിയ സ്റ്റോണുകൾ അറേഞ്ച് ചെയ്തതാണ്. ആൻഡ് വെർ യൂസ്ഡ് ടു മാർക്ക് ബറിയൽ സൈറ്റ്സ്. അതായത് ശവമടക്കിയ ആ സൈറ്റ് മാർക്ക് ചെയ്യാനായിട്ട് ആണ് ഈ മെഗാലിത്ത് അല്ലെങ്കിൽ ഈ വലിയ സ്റ്റോണുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം, ദിസ് ടൈപ്പ് ഓഫ് മെഗാലിത്ത് ഈസ് നോൺ ആസ് എ സിസ്റ്റ്. സിസ്റ്റ് എന്നാണ് പറയുന്നത്. ഇൻ സം സിസ്റ്റ് ലൈക്ക് ദ വൺ ഷോൺ ഹിയർ ഹാവ് പോർട്ട് ഹോൾസ് ഉണ്ടാവാം. പോർട്ട് ഹോൾസിലൂടെ അത് ഒരു എൻട്രൻസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് അതിനെക്കുറിച്ചൊക്കെ പറയാം. ഇതിനെയാണ് മെഗാലിത്ത് എന്ന് പറയുന്നത്. ദ പ്രാക്ടീസ് ഓഫ് ഇറക്റ്റിംഗ് മെഗാലിത്ത് began about 3000 years ago. 3000 വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഈ മെഗാലിത്ത് ഉണ്ടാക്കൽ അല്ലെങ്കിൽ അതിനെ ബിൽഡ് ചെയ്യലൊക്കെ ഈ പ്രാക്ടീസസ് തുടങ്ങിയിരുന്നു. ആൻഡ് വാസ് പ്രിവാലൻറ്റ് ത്രൂ ഔട്ട് ദി ഡക്കാനിലും സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഈസ്റ്റിലും കാശ്മീരിലും ഒക്കെ ഈ മെഗാലിത്ത് പ്രിവാലൻ്റ് ആയിരുന്നു. ഈ പ്രാക്ടീസസ്, ഇങ്ങനെയുള്ള ബറിയൽ പ്രാക്ടീസസ് പ്രിവാലൻ്റ് ആയിരുന്നു. Some important megalithic sites are shown in map 2. Map 2-ൽ മെഗാലിത്തിക് സൈറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഈ സൗത്ത് ഇന്ത്യയിൽ മെയിനായിട്ട് ആ 2 സൈറ്റുകളാണ് കാണിക്കുന്നത്. ആൻഡ് വൈൽ സം മെഗാലിത്സ് ക്യാൻ ബി സീൻ ഓൺ ദി സർഫേസ്, കുറച്ച് എർത്തിൻ്റെ സർഫേസിൽ കാണാം. അതർ മെഗാലിത്തിക് ബറിയൽസ് ആർ ഓഫൺ അണ്ടർഗ്രൗണ്ടിലും ഇങ്ങനെയുള്ള മെഗാലിത്സുകൾ കാണാൻ പറ്റും. Sometimes archaeologists find a circle of stone boulders or a single large stone standing on the ground. ഗ്രൗണ്ടിൽ ചുറ്റും വലിയ ഒരു സർക്കിളിൽ മെഗാലിത്തുകൾ കാണാം, അല്ലെങ്കിൽ വലിയ സ്റ്റോണുകൾ വെച്ചതായി കാണാം, അല്ലെങ്കിൽ ഒരു സിംഗിൾ സ്റ്റോൺ ഇങ്ങനെ ഉയർത്തി നിർത്തിക്കൊണ്ട് അങ്ങനെയുള്ള മെഗാലിത്തുകളും കാണാം. ദീസ് ആർ ദ ഓൺലി ഇൻഡിക്കേഷൻ ദാറ്റ് ദെർ ആർ ബറിയൽസ് ബിനീത്ത്. അതിൻ്റെ അടിയിൽ ആരെയോ ശവം അടക്കിയിട്ടുണ്ട്, ആരെയോ അടക്കം ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഇൻഡിക്കേഷനാണത്. ഓൾ ദീസ് ബറിയൽസ് ഹാവ് സം കോമൺ ഫീച്ചേഴ്സ്. എല്ലാത്തിനും ഒരു കുറച്ച് കോമൺ ഫീച്ചേഴ്സ് ഉണ്ടാവാറുണ്ട്. ജനറലി ദ ഡെഡ് വെർ ബറീഡ് വിത്ത് ഡിസ്റ്റിങ്ക്റ്റീവ് പോട്ട്സ്. വ്യത്യാസമുള്ള പോട്ടുകളിലാണ് ബറി ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് പോട്ടുകൾ മെഗാലിത്തുകളിലുണ്ടായിരുന്നു. ആൻഡ് കോൾഡ് ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ എന്നാണ് അതിനെ വിളിച്ചിരുന്നത്. ഓൾസോ ഫൗണ്ട് ടൂൾസ് ആൻഡ് വെപ്പൺസ് ഓഫ് അയൺ. ആൻഡ് സംടൈംസ് വെപ്പൺസ് ഉണ്ടാവാം, ആയുധങ്ങൾ, ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ആയുധങ്ങൾ കാണാമായിരുന്നു. സംടൈംസ് സ്കെലറ്റൺസ് ഓഫ് ഹോഴ്സസ്, കുതിരകളുടെ സ്കെലറ്റൺ കാണാമായിരുന്നു. ഹോഴ്സ് ഇക്വിപ്മെൻറ്റ്സ് കാണാമായിരുന്നു. ഓർണമെൻറ്റ്സ് ഓഫ് സ്റ്റോൺ ആൻഡ് ഗോൾഡ്, സ്റ്റോണിൻ്റെയും ഗോൾഡിൻ്റെയൊക്കെ ഓർണമെൻറ്റ്സ് അവിടെ കാണാമായിരുന്നു. അപ്പോൾ ഇങ്ങനെ പല പോട്ടുകൾ ആ മെഗാലിത്തിൻ്റെ ഉള്ളിൽ ഈ ബറി ചെയ്തതിൻ്റെ ആ സ്ഥലത്ത് കാണാമായിരുന്നു. അതുപോലെ തന്നെ ടൂൾസും വെപ്പൺസും ഒക്കെ കാണാമായിരുന്നു. ഹോഴ്സസിൻ്റെ സ്കെലറ്റനും ഹോഴ്സസിൻ്റെ ഇക്വിപ്മെൻറ്റ്സും സ്റ്റോണും ഗോൾഡിലും ഉണ്ടാക്കിയ ഓർണമെൻറ്റ്സ് എല്ലാം അതിൽ കാണാമായിരുന്നു. വാസ് അയൺ യൂസ്ഡ് ബൈ ഹാരപ്പൻ സിറ്റീസ്. ഹാരപ്പൻ സിറ്റീസ് അയൺ യൂസ് ചെയ്തിരുന്നു. അയൺ എക്വിപ്മെൻറ്റ് ഫൗണ്ട് ഫ്രം മെഗാലിത്തിക് ബറിയൽസ്. മെഗാലിത്തിക് ബറിയൽസിൽ നിന്ന് കണ്ടെടുത്ത അയൺ എക്വിപ്മെൻറ്റ്സ് ആണ് ഈ കാണുന്നത്. ഈ കാണുന്നതാണ് ഹോഴ്സ് എക്വിപ്മെൻറ്റ്സ്. കുതിരയെ കെട്ടാനും കുതിരയുടെ 2 സൈഡിലും കാലിട്ട് ഹോൾഡ് ചെയ്യാനൊക്കെ ഉള്ള എക്വിപ്മെൻറ്റ്സ് ആണത്. ആക്സുകൾ കാണാം, പിന്നെ ഡാഗർ, കത്തികൾ കാണാം. അങ്ങനെ പലതും പല അയൺ എക്വിപ്മെൻറ്റ്സും ആ ബറിയൽ സൈറ്റ്സിൽ നിന്ന് മെഗാലിത്തിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. ഫൈൻഡിങ് ഔട്ട് അബൌട്ട് സോഷ്യൽ ഡിഫറൻസസ്.
സോഷ്യൽ ഡിഫറൻസസിനെ കുറിച്ചാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ആർക്കിയോളജിസ്റ്റ് think that objects found with the skeleton probably belong to the dead person. ആ ഡെഡ് പേഴ്സൻ്റെ ബിലോങ്ങിങ്സ് ആയിരിക്കാം ആ ഒബ്ജക്ട്സ് ബറി ചെയ്തപ്പോൾ അയാളുടെ കൂടെ അടക്കം ചെയ്ത സാധനങ്ങളെല്ലാം അയാളുടെ പേഴ്സണൽ ഒബ്ജക്ട്സ് ആയിരിക്കാം എന്നാണ് ആർക്കിയോളജിസ്റ്റ് വിചാരിക്കുന്നത്. സംടൈംസ് മോർ ഒബ്ജക്ട്സ് ആർ ഫൗണ്ട് ഇൻ എ ഗ്രേവ് ദാൻ ഇൻ അനദർ. ഒരു ഗ്രേവിൽ കുറേ അധികം സാധനങ്ങളും ഒബ്ജക്ട്സും മറ്റേതിൽ കുറച്ചുമായിട്ടൊക്കെ കാണാൻ പറ്റുമായിരുന്നു. ഫൈൻഡ് ബ്രഹ്മഗിരി ഓൺ മാപ്പ് 2. മാപ്പ് 2 ബ്രഹ്മഗിരി നോക്കാനാണ് പറയുന്നത്. ഹിയർ വൺ സ്കെലട്ടൺ വാസ് ബറീഡ്. ഒരു സ്കെലട്ടൺ ബറി ചെയ്തിരുന്നു വിത്ത് 33 ഗോൾഡ് ബീഡ്സ്, 2 സ്റ്റോൺ ബീഡ്സ്, 4 കോപ്പർ ബാംഗിൾസ് ആൻഡ് 1 കോച്ച് ഷെൽ. അങ്ങനെ ഒരുപാട് സാധനങ്ങളോടടക്കം ചെയ്ത ബറിയൽ സൈറ്റ്സ് ഉണ്ടായിരുന്നു. അതർ സ്കെലട്ടൺസ് ഹാവ് ഓൺലി എ ഫ്യൂ പോട്ട്സ്. ചില സ്കെലട്ടനിൻ്റെ ഒപ്പം ചില ഫ്യൂ പോട്ട്സ് ഉണ്ടായിരുന്നുള്ളൂ. These finds suggest that there was some difference in status among people who were buried. ബറി ചെയ്യപ്പെട്ട അടക്കപ്പെട്ട ആൾക്കാരുടെ സ്റ്റാറ്റസിൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു, അവരുടെ പ്രൊസഷൻസിൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. Some were rich, others were poor. Some were chiefs and some were followers. ചിലർ ചീഫുകളായിരുന്നു, റൂളേഴ്സായിരുന്നു, മറ്റു ചിലർ ഫോളോവേഴ്സ് ആയിരുന്നു. ചിലർ റിച്ച് ആയിരുന്നു, ചിലർ പുവർ ആയിരുന്നു എന്നാണ് അത് കാണിക്കുന്നത്. ഇതിൽ ഇതാണ് ബ്രഹ്മഗിരി. അവിടെയാണ് ഇത്രയും ഒരുപാട് സാധനങ്ങളുള്ള മെഗാലിത്ത് കണ്ടു എന്ന് പറയുന്നത്. വേർ സം ബറിയൽ സ്പോട്സ് meant for certain families. ചില ബറിയൽ സ്പോട്സ് certain ഫാമിലീസിന് വേണ്ടിയുള്ളതായിരുന്നു. സംടൈംസ് മെഗാലിത്സ് കണ്ടെയ്ൻ മോർ ദാൻ 1 skeleton. ഒരു മെഗാലിത്തിൽ തന്നെ, ഒരു ബറിയൽ സൈറ്റിൽ തന്നെ ഒരുപാട് സ്കെലട്ടൺ കാണപ്പെട്ടിരുന്നു. These indicate that poor people perhaps belonging to the same family were buried in the same place, though not at the same time. സെയിം ടൈമിലായിരിക്കില്ല, പല സമയത്ത് മരിച്ച ആ ഫാമിലിയിലെ ആൾക്കാരെല്ലാം ഒരേ സ്ഥലത്ത് തന്നെ അടക്കം ചെയ്ത പ്രാക്ടീസസ് ഉണ്ടായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. These bodies of those who died later were brought into the grave through portholes. ആ പോർട്ട് ഹോൾസിലൂടെ ഇതിലോട്ട് പിന്നീട് മരിക്കുന്നവരെ കൊണ്ടുവന്ന് അവരെ അടക്കം ചെയ്യുമായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. സ്റ്റോൺ സർക്കിൾസ് ഓർ ബൗൾഡേഴ്സ് പ്ലേസ്ഡ് ഓൺ ദ സർഫേസ് probably served as സൈൻ പോസ്റ്റ് ടു ഫൈൻഡ് ഔട്ട് ദ ബറിയൽ സൈറ്റ്സ്. ഇതിന് മേലിലുള്ള ഈ കല്ലുകൾ സൈൻ പോസ്റ്റായിട്ട്, അതായത് പിന്നീട് ആ ബറിയൽ സൈറ്റ് കണ്ടെത്താനായിട്ട് സഹായിച്ചിരുന്നു. ആൻഡ് സോ ദാറ്റ് പീപ്പിൾ കുഡ് റിട്ടേൺ ടു ദ സെയിം പ്ലേസ് വെൻ എവർ ദേ വാണ്ടഡ് ടു. അപ്പോൾ അവർക്ക് പിന്നീടും അതിലോട്ട് തിരിച്ച് വരാം, അത് ഐഡൻറ്റിഫൈ ചെയ്യാം. അങ്ങനെ അതിനുവേണ്ടിയായിരുന്നു ഈ മാർക്കിങ്സ് അവിടെ ഉണ്ടായിരുന്നത്, ഈ വലിയ സ്റ്റോൺസ് വെച്ചിട്ടുണ്ടായിരുന്നത്. എ സ്പെഷ്യൽ ബറിയൽ അറ്റ് ഇനാംഗാവിലെ ഒരു സ്പെഷ്യൽ ബറിയലിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫൈൻഡ് ഇനാംഗാവ് ഓൺ മാപ്പ് 2. മാപ്പ് 2 ഇനാംഗാവ്, ഇവിടെയാണ് ഇനാംഗാവ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ സൈറ്റ് ഓൺ ദ റിവർ ഗോദ്, ട്രിബ്യൂട്ടറി ഓഫ് ഭീമ റിവറിൻ്റെ ഒരു ട്രിബ്യൂട്ടറി ആയ ഗോദ് നദിയുടെ തീരത്താണ്. It was occupied between 3600 to 2700 years ago. 3600 തൊട്ട് 2700 വർഷം മുമ്പുള്ളതാണ്. Here adults were generally buried in the ground, laid out straight with head towards the north. ഹെഡ് നോർത്തിലോട്ടായിട്ട് ലേ ഡൗൺ ചെയ്ത രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ടാണ് അഡൽട്സിനെ ബറി ചെയ്തിരുന്നത്. സംടൈംസ് ബറിയൽസ് വെർ വിത്തിൻ ദെയർ ഹൗസസിൻ്റെ ഉള്ളിൽ തന്നെയും ബറി ചെയ്തിരുന്നു. ആൻഡ് വെസൽസ് ദാറ്റ് പ്രോബബിളി കണ്ടെയ്ൻഡ് ഫുഡ് ആൻഡ് വാട്ടർ വെർ പ്ലേസ്ഡ് വിത്ത് ദ ഡെഡ് ബോഡിയുടെ കൂടെ ഫുഡും വാട്ടറും ഉള്ള പോട്ടുകൾ, വെസൽസ് സാധാരണ അവർ വയ്ക്കുമായിരുന്നു. And one man was found buried in a large 4-legged clay jar in the courtyard of a 5-roomed house. 5-roomed house, 5 റൂമുള്ള ഒരു വീട്ടിൻ്റെ മുറ്റത്ത്
ഒരു 4 കാലുള്ള ക്ലേ ജാറിൻ്റെ ഉള്ളിൽ ബറി ചെയ്ത രീതിയിൽ ഒരാളുടെ അസ്ഥികൂടം കണ്ടെടുത്തിരുന്നു. വൺ ഓഫ് ദ ലാർജസ്റ്റ് ഹൗസ് അറ്റ് ദ സൈറ്റ്, ആ സൈറ്റിലെ ഏറ്റവും വലിയ ഹൗസായിരുന്നു അത്. ഇൻ ദ സെൻറ്റർ ഓഫ് ദ സെറ്റിൽമെൻറ്റ്, ആ സെറ്റിൽമെൻറ്റ് ആ വില്ലേജിൻ്റെ സെൻറ്ററിലായിരുന്നു. ദിസ് ഹൗസ് ഓൾസോ ഹാഡ് എ ഗ്രാനറി. ദ ബോഡി വാസ് പ്ലേസ്ഡ് ഇൻ എ ക്രോസ് ലെഗ്ഡ് പൊസിഷനിലാണ് ബോഡി കാണപ്പെട്ടത്. വാട്ട് സ്കെലറ്റൺ സ്റ്റഡീസ് ടെല്ലസ്, ഇങ്ങനെയുള്ള സ്കെലറ്റൺ സ്റ്റഡീസ് നമ്മളോട് എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് ഈസി ടു മേക്ക് ഔട്ട് ദ സ്കെലറ്റൺ ഓഫ് എ ചൈൽഡ് ഫ്രം ഇറ്റ്സ് സ്മോൾ സൈസ്. ഒരു ചെറിയ കുട്ടിയുടെ സ്കെലറ്റൺ ആണെങ്കിൽ അത് അതിൻ്റെ സൈസ് നോക്കിയിട്ട് ചെറിയ കുട്ടിയുടെ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹവെവർ ദർ ആർ നോ മേജർ ഡിഫറൻസസ് ഇൻ ദ ബോൺസ് ഓഫ് എ ഗേൾ ആൻഡ് എ ബോയ്. ഒരു ഗേളിൻ്റെയും ബോയിൻ്റെയും ബോൺസ് തമ്മിൽ വലിയ വ്യത്യാസമൊന്നും നോക്കുമ്പോൾ കാണാൻ പറ്റില്ല. വി ക്യാൻ മേക്ക് ഔട്ട് വെദർ സ്കെലറ്റൺ വാസ് ദാറ്റ് ഓഫ് എ മാൻ ഓർ എ വുമൻ. ഒരു ആണിൻ്റെ ആണോ പെണ്ണിൻ്റെ ആണോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമോ? അതങ്ങനെ സാധിക്കുമോ? സംടൈംസ് പീപ്പിൾ ഡിസൈഡ് ഓൺ ദ ബേസിസ് ഓഫ് വാട്ട് ഈസ് ഫൗണ്ട് വിത്ത് ദ സ്കെലറ്റൺ. സ്കെലറ്റൻ്റെ കൂടെ എന്താണോ ഉള്ളത്, അതായത് ഫോർ ഇൻസ്റ്റൻസ് ദ സ്കെലറ്റൺ ഈസ് ഫൗണ്ട് വിത്ത് ജ്വല്ലറിയൊക്കെ ഉണ്ടെങ്കിൽ അത് പെണ്ണാണെന്ന് അനുമാനിക്കാം. ഹൗവർ ദർ ആർ പ്രോബ്ലംസ് വിത്ത് ദിസ്. ഓഫൻ മെൻ ഓൾസോ ഓർണമെൻറ്റ്സ്. ചില ആണുങ്ങൾ ഓർണമെൻറ്റ്സ് ധരിക്കും. അതുകൊണ്ട് അതൊരു സൊല്യൂഷൻ അല്ല. ബെറ്റർ വേ ഓഫ് ഫിഗറിങ് ഔട്ട് ദ സെക്സ് ഓഫ് എ സ്കെലറ്റൺ ഈസ് ടു ലുക്ക് അറ്റ് ദ ബോൺ സ്ട്രക്ചർ നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. ഹിപ്പ് ഓർ ദ പെൽവിക് ഹിപ്പിലെ ഏരിയയിലുള്ള ബോൺ നോക്കിയാൽ നമുക്ക് ആ ഡിഫറൻസസ് കാണാം. ഓഫ് എ വുമൺ ഈസ് ജനറലി ലാർജർ. ഹിപ്പ് ബോണ് അല്ലെങ്കിൽ ആ പെൽവിക് ഏരിയ ലാർജ് ആയിരിക്കാം. ദാറ്റ് എനേബിൾസ് ഫോർ ചൈൽഡ് ബിയറിങ്, അതായത് പ്രസവത്തിനും കുട്ടികളെ ഗർഭം ധരിക്കാനൊക്കെ ആ ഒരു വലിയ ക്യാവിറ്റി ആവശ്യമാണ്. അതുകൊണ്ട് ആ ഹിപ്പ് ബോൺ അല്ലെങ്കിൽ പെൽവിക് ഏരിയ, ഹിപ്പ് ഏരിയ വൈഡർ ആയിരിക്കാം ഫീമെയിൽ പെൽവിസിൽ. ദീസ് ഡിസ്റ്റിങ്ഷൻസ് ആർ ബേസ്ഡ് ഓൺ ദി മോഡേൺ സ്കെലറ്റൽ സ്റ്റഡീസിനനുസരിച്ചാണ് ഈ ഡിഫറൻസസ് നമ്മൾ കണ്ടെത്തിയത്. അബൌട്ട് 2000 years ago there was a famous physician named Charaka who wrote a book on medicine known as Charaka Samhita. ചരക സംഹിത എന്ന് പറഞ്ഞ ബുക്ക്, മെഡിസിനൽ ബുക്ക് ചരകൻ എഴുതിയിരുന്നു. ദർ ഹി സ്റ്റേറ്റ്സ് ദാറ്റ് ഹ്യൂമൻ ബോഡി ഹാസ് 360 ബോൺസ് ഉണ്ടെന്നാണ് ചരകൻ എഴുതിയിരുന്നത്. ദിസ് ഈസ് എ മച്ച് larger number than 200 bones that are recognized in modern anatomy. മോഡേൺ അനാട്ടമിയിൽ 200 ബോൺസും പ്ലസ് ഇയറിൻ്റെ ബോൺസ് 6 ഉണ്ട്. 206 ബോൺസ് എന്നാണ് മോഡേൺ അനാട്ടമി പറയുന്നത്. ചരക അറൈവ്ഡ് അറ്റ് ദിസ് ഫിഗർ ബൈ കൗണ്ടിങ് ദ ടീത്ത്, ജോയിൻറ്റ്സ്, കാർട്ടിലേജ് അതെല്ലാം കൗണ്ട് ചെയ്തപ്പോഴാണ് ഈ 360 ആയത്. 206 ബോൺസ് അല്ലെങ്കിൽ 200 ബോൺസ്. How do you think he found out about the human body in such great detail? ആ ചരക സംഹിതയിൽ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഹ്യൂമൻ ബോഡിയെക്കുറിച്ച് എങ്ങനെയായിരിക്കാം എഴുതിയിട്ടുണ്ടാവുക? ഒക്കുപ്പേഷൻസ് അറ്റ് ഇനാംഗാവിലെ ഒക്കുപ്പേഷൻസിനെ, ജോലികളെക്കുറിച്ചാണ് ഇവിടെ നോക്കുന്നത്. ആർക്കിയോളജിസ്റ്റ് ഫൗണ്ട് സീഡ്സ് ഓഫ് വീറ്റിൻ്റെയും ബാർലിയുടെയും റൈസിൻ്റെയും പൾസസിൻ്റെയും മില്ലറ്റിൻ്റെയും പീസിൻ്റെയും സെസമേൻ്റെ ഒക്കെ സീഡ്സ് കണ്ടെടുത്തിരുന്നു ആർക്കിയോളജിസ്റ്റ്. ബോൺസ് ഓഫ് എ നമ്പർ ഓഫ് അനിമൽസും കണ്ടെടുത്തിരുന്നു. മെനി ബിയറിങ് കട്ട് മാർക്സ് അതിലുണ്ടായിരുന്നു. മേ ഹാവ് ബീൻ യൂസ്ഡ് ആസ് ഫുഡ്, അതെല്ലാം ഈ അനിമൽസിനെല്ലാം ഫുഡിന് വേണ്ടി ഉപയോഗിച്ചിരിക്കാം. ഹാവ് ഓൾസോ ബീൻ ഫൗണ്ട് ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ് കാറ്റിൽ, ബഫലോ, ഗോട്ടും അതെല്ലാം ഉണ്ടായിരുന്നു. ഗോട്ട്, ഷീപ്പ്, ഡോഗ്, ഹോഴ്സ്, ആസ്, പിഗ്, സംഭാർ, സ്പോട്ടഡ് ഡിയർ, ബ്ലാക്ക് ബഗ്സ്, ആൻറ്റലോപ്സ്, ഹെയർ, മംഗൂസ്, ബിസൈഡ് അതെല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബേർഡ്സ്, ബേർഡ്സ് അല്ലാതെ ക്രോക്കഡൈൽസ്, ടേർട്ടിൽ, ക്രാബ്, ഫിഷ്, ഇതിൻ്റെ എല്ലാം സ്പെസിമെൻസ് അല്ലെങ്കിൽ സ്കെലറ്റൻ കിട്ടിയിരുന്നു. ദർ ഈസ് എവിഡൻസ് ഓഫ് ദ ഫ്രൂട്ട്സ് സച്ച് ആസ് പേർ, ആംല, ജാമുൻ, ഡേറ്റ്സ്, അതുപോലെ പല ഫ്രൂട്ട്സും ഒരു വെറൈറ്റി ഓഫ് ബെറീസ് വെർ ബീൻ കളക്റ്റഡ്. അപ്പോൾ ഇതെല്ലാം ഒരു ഫുഡായിട്ട് ഉപയോഗിച്ചിരുന്നു. This is evidence to use this evidence to list the possible occupations of the people at Inamga. അപ്പോൾ ഇതിൽ നിന്നൊക്കെ അവരുടെ ഒക്കുപ്പേഷൻ, അവരുടെ ജോലി എന്തായിരുന്നു? മെയിൻലി ഫാർമേഴ്സ്, ഹെർഡേഴ്സ് ആയിരുന്നു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്രയായിരുന്നു ഈ ചാപ്റ്റർ.
ഫോർത്ത് ചാപ്റ്റർ വാട്ട് ബുക്സ് ആൻഡ് ബറിയൽസ് ടെല്ലസ്. ബുക്സും ബറിയൽസും പണ്ട് ജീവിച്ചിരുന്ന ആൾക്കാരെക്കുറിച്ച്, അവരുടെ പ്രാക്ടീസസിനെ കുറിച്ച്, അവരുടെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച്, അവരുടെ ഒക്കുപ്പേഷനെ കുറിച്ചെല്ലാം, അവർ ബറിയൽ എങ്ങനെയായിരുന്നു അതിനെക്കുറിച്ചെല്ലാം എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത് എന്നായിരുന്നു ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കിയത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂട്ടുകാർക്ക് ഈ വീഡിയോ, ഈ ലെക്ചർ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.